വെളിപാട് 11 യുഗാവസാനത്തിലെ 2 സാക്ഷികൾ ആരൊക്കെയാണ്? മോശ, ഏലിയ, ഹെനോക്ക് ഇവരിൽ ആരെങ്കിലുമാണോ? അതോ മറ്റാരെങ്കിലുമാണോ? ചാക്കൊടുത്തത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എന്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവര് ഭൂമിയുടെ നാഥന്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവുമരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. 2 സാക്ഷികൾ ആരെന്നുള്ളതിന്റെ വിശദീകരണമായി അവർ 2 ഒലിവുമരങ്ങളും 2 ദീപപീഠങ്ങളുമാണെന്ന് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒലിവുമരങ്ങൾ, ദീപപീഠങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? എന്നോട് സംസാരിച്ച ദൂതന് വീണ്ടും വന്ന് എന്നെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ ഉണർത്തി ചോദിച്ചു, നീ എന്തു കാണുന്നു? ഞാൻ പറഞ്ഞു, പൊന്നുകൊണ്ടുള്ള ഒരു വിളക്കു തണ്ടിന്റെ മുകളില് ഒരു കോപ്പയും അതില് 7 ദീപങ്ങളും, ഓരോന്നിനും മുകളിൽ 7 ദളങ്ങള്, കോപ്പയുടെ വലത്തും ഇടത്തും ഓരോ ഒലിവ് വൃക്ഷം. ഞാൻ അവനോട് ചോദിച്ചു, വിളക്കു തണ്ടിന് ഇടത്തും വലത്തുമുള്ള 2 ഒലിവ് മരങ്ങൾ എന്താണ്? ഞാൻ വീണ്ടും ചോദിച്ചു, എണ്ണ പകരുന്ന പോന്ന കുഴലിന്റെ സമീപമുള്ള ഒലിവു ശാഖകൾ എന്താണ്? അവന് പറഞ്ഞു, ഇത് എന്താണെന്ന് നിനക്കറിഞ്ഞുകൂടെ? ഇല്ല പ്രഭോ, ഞാൻ പറഞ്ഞു. അവന് പറഞ്ഞു, ഭൂമി മുഴുവന്റെയും കർത്താവിനു ശുശ്രൂഷ ചെയ്യുന്ന 2 അഭിഷിക്തരാണ്. ആയതിനാൽ ഭൂമി മുഴുവൻ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ എന്നാണ് ഒലിവു മരങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എന്റെ പ്രയസിക്ക് എന്റെ ഭവനത്തിലെ എന്തവകാശമാണുള്ളത്? നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ? നിനക്കിനി ആഹ്ലാദിക്കാനാവുമോ? തഴച്ചു വളർന്നു ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവു മരം എന്നാണ് യാഹുവ നിന്നെ വിളിച്ചിരുന്നത്. എന്നാൽ കൊടുങ്കാറ്റിന്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടിരിക്കും, അതിന്റെ കൊമ്പുകൾ അഗ്നിക്കിരയാകും. നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ യാഹുവ തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേല് ഭവനവും യൂദാഭവനും ദുഷ്കൃത്യങ്ങള് പ്രവർത്തിച്ച് ബാലിനു ധൂപാരാധനയർപ്പിച്ചതുവഴി അവര് എന്നെ രോഷകുലനാക്കിയിരിക്കുന്നു. വിജാതീയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിജാതീയരുടെ അപ്പസ്തോലന് എന്ന നിലയ്ക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. ഒലിവുമരത്തിന്റെ ശാഖകളില് ചിലതു മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്നു വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളെക്കാള് വലിയവനാണെന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കില് നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണെന്ന് ഓർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകള് മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. അത് ശരി തന്നെ. അവരുടെ അവിശ്വാസം നിമിത്തം അവര് വിച്ഛേദിക്കപ്പെട്ടു, എന്നാല് നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാല് അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർത്തിക്കുക. എന്തെന്നാല് സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോടു കാഠിന്യവും ദൈവത്തിന്റെ കൃപയില് നിലനിന്നാല് നിന്നോടു കാരുണ്യവും അവിടുന്ന് കാണിക്കും. അല്ലെങ്കില് നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തില് തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാന് ദൈവത്തിനു കഴിയും. വനത്തിലെ ഒലിവുമരത്തില് നിന്നു നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന് മേല് പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകള് അവയുടെ തായ്തണ്ടില് വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. ഈ വചനങ്ങളിൽ നിന്നു നാട്ടൊലിവ് ഇസ്രായേലാണെന്നും കാട്ടൊലിവ് ജാതികളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാന് തിരിഞ്ഞു നോക്കിയപ്പോള് സ്വർണ നിർമ്മിതമായ 7 ദീപപീഠങ്ങള് ഞാന് കണ്ടു. എന്റെ വലത്തു കൈയില് നീ കാണുന്ന 7 നക്ഷത്രങ്ങളുടെയും 7 സ്വർണ ദീപപീഠങ്ങളുടെയും രഹസ്യം ഇതാണ്. 7 നക്ഷത്രങ്ങള് 7 സഭകളുടെ ദൂതന്മാരുടെയും 7 ദീപപീഠങ്ങള് 7 സഭകളുടെയും പ്രാതിനിധ്യം വഹിക്കുന്നു. ഈ വചനത്തിൽ ദീപപീഠങ്ങൾ എന്നത് സഭയെന്ന് വ്യക്തമാക്കുന്നു. ആയതിനാൽ ഇസ്രായേൽ മക്കളിൽ നിന്നും ജാതികളായവരിൽ നിന്നും യുഗാവസാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭയിലെ അംഗങ്ങളാണ് 2 സാക്ഷികൾ എന്ന് വിളിക്കപ്പെടുന്നവർ. നമുക്ക് ഒരു ശരീരത്തിൽ അനേകം അവയവങ്ങൾ ഉണ്ടല്ലോ. എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിലെ ഏക ശരീരമാണ്. എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ട അവയവങ്ങളുമാണ്. യഹൂശയെ സ്നേഹിക്കുന്ന അവന്റെ അനുയായികളെല്ലാവരും ചേർന്നതാണ് മണവാട്ടിയായ സഭ. എന്നാല് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികള് വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാന് ഇച്ഛിച്ചാല് അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ടു ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാന് പുറപ്പെടുന്നവരെ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളില് മഴ പെയ്യാതിരിക്കാന് വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിലെ എല്ലാ മനുഷ്യരുടെയും മേലെ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാര് സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേലെ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവര് പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിലെ അത്ഭുതങ്ങളും ഭൂമിയിലെ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. സൈന്യങ്ങളുടെ ദൈവമായ യാഹുവ അരുളി ചെയ്യുന്നു, അവരെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്റെ വചനം നിന്റെ നാവിലെ ഞാൻ അഗ്നിയാക്കും. അവരെ ഞാൻ വിറകാക്കും. അഗ്നി അവരെ വിഴുങ്ങും.
അവര് തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റിക്കഴിയുമ്പോൾ പാതാളത്തിൽ നിന്നു കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്ത് എന്നും പ്രതീകാർത്ഥത്തിൽ വിളിക്കുന്ന മഹാനഗരത്തിന്റെ തെരുവില് അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വച്ചാണ് അവരുടെ നാഥന് ക്രൂശിക്കപ്പെട്ടത്. ജനതകളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവര് 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങള് നോക്കി നിൽക്കും. മൃതദേഹങ്ങള് സംസ്കരിക്കാൻ അവരനുവദിക്കുകയില്ല. ഭൂവാസികൾ അവരെക്കുറിച്ച് സന്തോഷിക്കും. ആഹ്ലാദം പ്രകടിപ്പിച്ച് അവര് അന്യോന്യം സമ്മാനങ്ങൾ കൈമാറും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവരെ പീഡിപ്പിച്ചിരുന്ന 2 പ്രവാചകന്മാര്. നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അധീശത്വമുള്ള മഹാനഗരമാണ്. ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തയായി ലഹരി പിടിച്ചിരിക്കുന്നതും ഞാന് കണ്ടു. 3.5 ദിവസത്തിനു ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവര് വല്ലാതെ ഭയപ്പെട്ടു. സ്വർഗത്തിൽ നിന്നു വലിയ ഒരു സ്വരം തങ്ങളോട് ഇങ്ങനെ പറയുന്നത് അവര് കേട്ടു, ഇങ്ങോട്ട് കയറി വരുവിന്. അപ്പോൾ ശത്രുക്കള് നോക്കി നിൽക്കെ അവര് ഒരു മേഘത്തിലെ സ്വർഗത്തിലേക്കു കയറി. സർപ്പത്തിന്റെ വായിൽ നിന്നു രക്ഷപ്പെട്ടു തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്കു പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്കു വൻകഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിന്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. വെളിപാട് 12 പറയുന്ന മണവാട്ടിയായ സഭയ്ക്ക് നൽകപ്പെട്ട 2 ചിറകുകളായ അവളുടെ സന്താനങ്ങൾ തന്നെയാണ് 1260 ദിവസം പ്രവചിച്ച ഇസ്രായേൽ മക്കളിൽ നിന്നും ജാതികളിൽ നിന്നുമുള്ള സാക്ഷികൾ. ഇവർ കേവലം 2 വ്യക്തികളല്ല, സഭയിലെ 2 കൂട്ടം അംഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വെളിപാട് 12 അടയാളത്തിലെ സ്ത്രീ എന്നത് സിയോൻ പുത്രിയായ കുഞ്ഞാടിന്റെ മണവാട്ടിയായ സഭയാണെന്ന് നമ്മൾ കണ്ടു. അവളുടെ സന്താനങ്ങൾ ക്രമപ്രകാരം: ഒന്നാമത്തേത് സമയമാകുന്നതിന് മുന്നേ തന്നെ അവൾ പ്രസവിച്ച 144,000 പുരുഷന്മാർ. രണ്ടാമത്തേത് കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിനുമേൽ വിജയം നേടുകയും ജീവന് നൽകാനും തയ്യാറായ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. മൂന്നാമത്തേത് 1260 ദിവസം പ്രവചിച്ച സാക്ഷികൾ. നാലാമത്തേത് ദൈവകൽപ്പനകള് കാക്കുന്നവർ. അഞ്ചാമത്തേത് യേശുവിനു സാക്ഷ്യം വഹിക്കുന്നവർ. ഇക്കാര്യങ്ങളെല്ലാം യുഗാവസാനത്തിൽ സംഭവിച്ചതിനാൽ വരുവാനുള്ള ന്യായവിധിയെ കരുതി യാഹുഷയിൽ വിശ്വസിച്ച് ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ജീവിക്കുക. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ തീർച്ചയായും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അതിനായി കാത്തിരിക്കുക. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.